അവർ മാരകമായിട്ടൊരു വലിയൊരു 3 അടിയുടെ കത്തി എടുത്തിട്ട് കുത്താൻ വന്ന വശം ഞാൻ പിടിച്ചു മാറ്റിയപ്പോൾ അവർ സോറിയുടെ പറഞ്ഞിട്ട് ഞാൻ അവരെ കീഴ്പ്പെടുത്താൻ നോക്കിയതാണ്. അപ്പോഴേക്കും ഞാൻ തല തല്ലി അവിടെ ആ സ്റ്റെപ്പിൽ വീണു, കൈ മുറിഞ്ഞു, കാലിൻ്റെ ചിരട്ടടക്കനെ വീണു. അപ്പോഴേക്കും മീഡിയയുടെ ഒരു സാറ് വന്നപ്പോൾ പോലീസാന്ന് വെച്ചിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗമാണ് ഇങ്ങനെ വരുന്നതാ. പിടിച്ചപ്പോൾ മൂർച്ചയുള്ള ഭാഗത്തെ പിടിച്ചാൽ അവരിങ്ങനെ ഇതിന്റെ ബാക്കിൽ നിന്ന് എടുത്തേക്കനെ. ഒരു പ്രകോപനം ഉണ്ടായിരുന്നു? ഒരു പ്രകോപനമില്ല, ഞാൻ ആരായിട്ടൊരു കുഴപ്പമില്ല, ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ ഞാൻ ഇവിടെ ജീവിച്ചു പോണത്. അല്പസമയം മുമ്പാണ് സംഭവം ഉണ്ടായത്. അതായത് ഈ കടയിൽ നിൽക്കുന്ന ജീവനക്കാരനായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ബന്ധുക്കളായിട്ടുള്ള ചില യുവാക്കൾ നടന്നു വരികയായിരുന്നു. ആ സമയത്ത് ഈ 4 യുവാക്കൾ എത്തുകയും അവരുടെ എന്തിനോ പേര് അത് യാതൊരു പ്രകോപനം കൂടാതെ, അതായത് ആ യുവാക്കളോട് ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, എന്തിന് ദേഷ്യപ്പെട്ട് നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാക്കൾക്ക് നിരത്തിയിരുന്നത്. അതിനുശേഷമാണ് ഈ കടയിലുള്ളിലേക്ക് കയറി. അപ്പോൾ ആ യുവാക്കൾക്ക് നേരെ ഉണ്ടായ അതിക്രമം അത് തടഞ്ഞതാണ് ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി. ആ സമയത്താണ് അദ്ദേഹത്തിന് നേരെ ഇത്തരത്തിൽ ഈ വടിവാൾ വീശുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തി പിടിച്ചു വാങ്ങിയപ്പോൾ മുറിവേൽക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സന്തോഷം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഞാൻ എൻ്റെ ഷോപ്പിലിരുന്ന് ക്യാഷ് കൗണ്ടറിൽ നിന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദേഴ്സ് അവിടെ ഓപ്പോസിറ്റ് JS ബേക്കറിയിൽ ചായ കുടിക്കാൻ പോയി കയറുന്നു. എന്നെ കാണാൻ വേണ്ടി വരാറുന്നു. 2 പിള്ളേരുകൾ വന്നു. എന്താ അപ്പോസ് ഉണ്ടോ ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ല എന്താ സംഭവം എന്ന്. അവർ മാരകമായിട്ടൊരു വലിയൊരു 3 അടിയുടെ കത്തി എടുത്തിട്ട് കുത്താൻ വന്ന വശം ഞാൻ പിടിച്ചു മാറ്റിയപ്പോൾ അവർ സോറിയുടെ പറഞ്ഞിട്ട് ഞാൻ അവരെ കീഴ്പ്പെടുത്താൻ നോക്കിയതാണ്. അപ്പോഴേക്കും ഞാൻ തല തല്ലി അവിടെ ആ സ്റ്റെപ്പിൽ വീണു, കൈ മുറിഞ്ഞു, കാലിൻ്റെ ചിരട്ടടക്കനെ വീണു. അപ്പോഴേക്കും മീഡിയയുടെ ഒരു സാറ് വന്നപ്പോൾ പോലീസാന്ന് വെച്ചിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗമാണ് ഇങ്ങനെ വരുന്നതാ. പിടിച്ചപ്പോൾ മൂർച്ചയുള്ള ഭാഗത്തെ പിടിച്ചാൽ അവരിങ്ങനെ ഇതിന്റെ ബാക്കിൽ നിന്ന് എടുത്തേക്കനെ. ഒരു പ്രകോപനം ഉണ്ടായിരുന്നു? ഒരു പ്രകോപനമില്ല, ഞാൻ ആരായിട്ടൊരു കുഴപ്പമില്ല, ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ ഞാൻ ഇവിടെ ജീവിച്ചു പോണതാ. പെട്ടെന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ നമ്മള് സ്ഥാപനത്തിൽ നിന്ന് ഉറങ്ങണു. നമ്മുടെ സ്ഥാപനമല്ലേ, മനുഷ്യനല്ലേ. രാവിലെ കോഴി വരും 2 മണി 3 മണിക്ക്. നമ്മള് കടം മേടിച്ച് നടത്തണേ. ഇങ്ങനത്തെ ഓരോരുത്തരും MDM ശ്രമിച്ചവരാരെങ്കിലും ഈ ഭാഗത്ത് എവിടെയും കണ്ടിട്ടുണ്ട്? ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ഇവിടെ അടുത്തുള്ളവരാന്നാ പറയണത്. ഫോട്ടോ കണ്ടപ്പോ. ചേട്ടൻ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല, ഒരാളെ അറിയില്ല. എന്തായാലും പോലീസ് ഇവർക്കെതിരെ ഉണ്ട്. അവർ ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള ഈ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, ആ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോയിൽ കയറി കുരീച്ചിറ ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അവർ ഇവിടെ നിന്നും ഓട്ടോറിക്ഷയിലാണ് കടന്നു കളഞ്ഞത്. ഈ ആക്രമണം നടത്തിയതിന് ശേഷം പോലീസ് എന്തായാലും പ്രതികൾക്ക് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും യാതൊരു പ്രകോപനവും കൂടാതെ ഇത്തരത്തിൽ വടിവാൾ ഉപയോഗിച്ചത് ഈ യുവാക്കളെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു സംശയമാണ് നാട്ടുകാരടക്കം പറയുകയും ചെയ്യുന്നത്. ഇവരടക്കം പറയുന്നത് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. കാരണം യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം ഈ കടയിലേക്ക് കയറി ചെയ്തത്. അതായത് ഈ 2 യുവാക്കൾ നടന്നു വരികയായിരുന്നു. അവരുടെ ഇപ്പോൾ നമ്മൾ കണ്ട സന്തോഷ് ചേട്ടന്റെ ബന്ധുക്കളാണ്. അവരോട് ഇത്തരത്തിൽ എന്തിനാണ് ഞങ്ങളിങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 4 അംഗ സംഘം ആക്രമണം അയച്ചുവിട്ടത്. തുടർന്ന് ഈ വടിവാൾ അവർ കയ്യിൽ കരുതുന്ന വടിവാൾ എടുത്ത് വീശുകയും ആ ചേട്ടന്റെ കയ്യിൽ ഈ ആളും പിടിച്ചു മാറ്റി ശ്രമിക്കുന്ന കൈ മുറിവുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതായത് ഈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചില്ലെങ്കിൽ കുത്ത് ലഭിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് നാട്ടുകാരൊക്കെ വരുമ്പോൾ കണ്ടപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ജിംസ്.